ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ ലൂക്ക 21 അധ്യായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 38. 21 അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ? ഉത്തരം വിധവയുടെ കാണിക്ക, ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച്, ക്ലേശങ്ങളുടെ ആരംഭം, ജെറുസലേമിൻ്റെ പതനം, മനുഷ്യപുത്രൻ്റെ ആഗമനം, ജാഗരൂകരായിരിക്കുവിൻ. യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആരൊക്കെ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതാണ് കണ്ടത്? ഉത്തരം ധനികരും ദരിദ്രയായ ഒരു വിധവയും. ദരിദ്രയായ വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടതെന്തായിരുന്നു? ഉത്തരം 2 ചെമ്പുതുട്ടുകൾ. ആരാണ് മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചതായിട്ട് യേശു പറയുന്നത്? ഉത്തരം ദരിദ്രയായ വിധവ. ധനികരെല്ലാവരും സംഭാവന ചെയ്തത് എന്തിൽ നിന്നാണെന്നാണ് യേശു അഭിപ്രായപ്പെടുന്നത്? ഉത്തരം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന്. ദരിദ്രയായ വിധവ നിക്ഷേപിച്ച 2 ചെമ്പുതുട്ടുകൾ എന്തിനുള്ള വകയായിരുന്നുവെന്നാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം ഉപജീവനത്തിനുള്ള വക. ചില ആളുകൾ ദേവാലയം എന്തിനാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന കാര്യമാണ് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും. ദേവാലയം തകർക്കപ്പെടുന്നത് എപ്രകാരമായിരിക്കുമെന്നാണ് യേശു പ്രവചിക്കുന്നത്? ഉത്തരം കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടും. ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും എന്നരുളി ചെയ്തതിനെ തുടർന്ന് യേശുവിനോട് ഉന്നയിച്ച 2 ചോദ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം 1. ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? 2. ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? ക്രിസ്തു ശിഷ്യർ സൂക്ഷിച്ചു കൊള്ളേണ്ടത് ഏത് കാര്യത്തിലെന്നാണ് യേശു വ്യക്തമാക്കുന്നത്? ഉത്തരം ആരും വഴിതെറ്റിക്കാതിരിക്കാൻ. ആരുടെ പിന്നാലെ പോകരുത് എന്നാണ് യേശു ശിഷ്യരോട് മുന്നറിയിപ്പ് നൽകുന്നത്? ഉത്തരം തൻ്റെ നാമത്തിൽ വരുന്നവരുടെ. എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുതെന്നാണ് യേശു മുൻകൂട്ടി പറയുന്നത്? ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ. ഇനിയും ആയിട്ടില്ല എന്ന് യേശുനാഥൻ പറയുന്നതെന്താണ്? ഉത്തരം അവസാനം. യുഗാന്ത്യത്തിൽ ആർക്കൊക്കെ എതിരായി തലയുയർത്തുമെന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും. അവസാന നാളുകളിൽ സംഭവിക്കുമെന്ന് പറയുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെ? ഉത്തരം 1. വലിയ ഭൂകമ്പങ്ങൾ, 2. ക്ഷാമം, 3. പകർച്ചവ്യാധികൾ, 4. ഭീകര സംഭവങ്ങൾ, 5. ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ. ക്ലേശങ്ങളുടെ ആരംഭങ്ങൾക്ക് മുൻപ് ക്രിസ്തു ശിഷ്യരെ പിടികൂടുന്നവർ ചെയ്യുമെന്ന് യേശു സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം ശിഷ്യരെ പീഡിപ്പിക്കും. ക്ലേശങ്ങളുടെ ആരംഭങ്ങൾക്ക് മുമ്പ് ശിഷ്യരെ പിടികൂടി പീഡിപ്പിക്കുന്നവർ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എവിടെയായിരിക്കും? ഉത്തരം സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും. തൻ്റെ നാമത്തെ പ്രതി ശിഷ്യർ ആരുടെ മുൻപിൽ കൊണ്ടുചെല്ലപ്പെടുമെന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ. അവസാന നാളുകളിൽ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ ആനയിക്കപ്പെടുന്ന ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനുള്ള അവസരമായി കാണണം എന്നാണ് യേശു ഉദ്ബോധിപ്പിക്കുന്നത്? ഉത്തരം സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം. നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് യേശു ശിഷ്യരോട് ഉപദേശിക്കുന്നത് എന്താണ്? ഉത്തരം എന്ത് ഉത്തരം പറയണമെന്ന്. എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്ത് നിങ്ങൾക്ക് ഞാൻ നൽകും എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്? ഉത്തരം വാക്ചാതുരിയും ജ്ഞാനവും. ശിഷ്യരെ ആരുപോലും ഒറ്റിക്കൊടുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന കാലം വരുമെന്നാണ് യേശുനാഥൻ മുന്നറിയിപ്പ് നൽകുന്നത്? ഉത്തരം മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ. യേശു തൻ്റെ നാമം നിമിത്തം ശിഷ്യരോട് എല്ലാവരും ചെയ്യുമെന്ന് പറയുന്നത് എന്താണ്? ഉത്തരം എല്ലാവരും ദ്വേഷിക്കും എന്ന്.
നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല എന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം, യേശുനാഥൻ ശിഷ്യരോട്. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ എന്ത് നേടുമെന്നാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം, നിങ്ങളുടെ ജീവനെ. ഏത് പ്രദേശത്തിനു ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളാൻ യേശു പറയുന്നത്? ഉത്തരം, ജെറുസലേമിന് ചുറ്റും. ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ യൂദയായിലുള്ളവർ എവിടേക്കാണ് പലായനം ചെയ്യേണ്ടത്? ഉത്തരം, പർവ്വതങ്ങളിലേക്ക്. ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് യേശു നിർദ്ദേശിക്കുന്നത്? ഉത്തരം, അവിടം വിട്ടുപോകാൻ. ഗ്രാമങ്ങളിലുള്ളവർ എവിടേക്ക് പ്രവേശിക്കരുത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, പട്ടണത്തിലേക്ക്. വിശുദ്ധ നഗരമായ ജെറുസലേമിൻ്റെ പതനത്തിൻ്റെ ദിവസങ്ങളെ യേശു ചിത്രീകരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം, എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങൾ. എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ആർക്കൊക്കെ ദുരിതമെന്നാണ് യേശു പ്രവചിക്കുന്നത്? ഉത്തരം, ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. അന്ന് ഭൂമുഖത്ത് സംഭവിക്കുമെന്ന് യേശു പറയുന്നത് എന്താണ്? ഉത്തരം, വലിയ ഞെരുക്കം. ജനത്തിൻ്റെ മേൽ എന്താണ് നിബദിക്കുക? ഉത്തരം, വലിയ ക്രോധം. എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനത്തിന് സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം, അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെയാണ് ജെറുസലേം ചവിട്ടിമെതിക്കപ്പെടുക? ഉത്തരം, വിജാതീയരുടെ. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയായിരിക്കുമെന്നാണ് യേശു വ്യക്തമാക്കുന്നത്? ഉത്തരം, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കുന്നത് എന്തായിരിക്കും? ഉത്തരം, കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് അസ്തപ്രജ്ഞരാകുന്നത് ആരാണ്? ഉത്തരം, ഭൂവാസികൾ. ആകാശശക്തികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം, ആകാശശക്തികൾ ഇളകും. മനുഷ്യപുത്രൻ വരുന്നത് എപ്രകാരമായിരിക്കും? ഉത്തരം, ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ. മനുഷ്യപുത്രൻ വരുന്നത് കാണുമ്പോൾ എങ്ങനെ നിൽക്കണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ശിരസുയർത്തി നിൽക്കണമെന്ന്. ശിരസുയർത്തി നിൽക്കണമെന്ന് യേശു പറയുന്നത് എന്തിനാലാണ്? ഉത്തരം, വിമോചനം സമീപിച്ചിരിക്കുന്നതിനാൽ. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ യേശുനാഥൻ പറയുന്ന ഉപമ ഏത്? ഉത്തരം, അത്തിമരത്തിൻ്റെ ഉപമ. യേശു നോക്കാൻ പറയുന്നത് എന്തിനെയാണ്? ഉത്തരം, അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും. അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ നിങ്ങൾ എന്ത് അറിയുന്നുവെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന്. അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞവ സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് സമീപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഉത്തരം, ദൈവരാജ്യം. എല്ലാം സംഭവിക്കുന്നതുവരെ എന്ത് കടന്നു പോവുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ഈ തലമുറ. വിശുദ്ധ ലൂക്ക 21 അധ്യായം 33 വാക്യം എന്ത്? ഉത്തരം, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. മനുഷ്യരുടെ മനസ്സ് ദുർബലമാകാൻ കാരണമാകുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെ? ഉത്തരം, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. യുഗാന്ത ദിവസം ഏതുപോലെ നമ്മുടെ മേൽ വന്ന് വീഴാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കണമെന്ന് യേശു ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം, ഒരു കെണി പോലെ. ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ നിബദിക്കുന്നത് എന്താണ്? ഉത്തരം, യുഗാന്ത ദിനം. എന്തിനു വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവാനാണ് യേശു പറയുന്നത്?
ഉത്തരം: സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ. എല്ലാ ദിവസവും യേശുനാഥൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം: ദേവാലയത്തിൽ. രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തുപോയി വിശ്രമിച്ചത് എവിടെയാണ്? ഉത്തരം: ഒലിവുമലയിൽ. യേശുവിൻ്റെ വാക്കു കേൾക്കാൻ വേണ്ടി അതിരാവിലെ അവിടുത്തെ അടുത്ത് വന്നിരുന്നത് ആരാണ്? ഉത്തരം: ജനം മുഴുവൻ.